കഴിച്ചു നിറഞ്ഞു അമ്മേ. അവിടെ മോളും കൊണ്ടുവന്ന ഫുഡ് എന്തായാലും സൂപ്പർ ഫുഡായിരുന്നു. ആ ചേട്ടൻ വയറ് നിറച്ച് കഴിച്ചതാ. എന്റെ പൊന്നും മുട്ടുമനെ നീ മാത്രം ഈ കഴിക്കാതെ വെച്ചേക്കുന്നത്. അതുകൊണ്ടേ നീ അവിടെ എന്താണ് നീ കുറ്റി അടിച്ചിരിക്കുന്നത്? എന്തോ ഊച്ചിച്ചു എന്ന് വെച്ചാ? എന്നാലും അവൻ അവിടെ തന്നെ നിപ്പല്ലേ വന്നപ്പോ തൊട്ട്. മോനെ ഒന്ന് മാറിയെങ്കിലും ഇരിക്കുന്നേ. കാല് വേദന എടുക്കത്തില്ലെങ്കിൽ ഒറ്റ നിപ്പ് നിന്ന് കഴിഞ്ഞാൽ അവളെന്തോ സംഭവം? മോനെ നീ ഒന്നും കഴിക്കാത്തോണ്ടല്ലേ മോനെ തല കറങ്ങുന്നത്. കുട്ടുമനെ നീ ഇനി എന്റെ അടി വാങ്ങിക്കും കേട്ടോ. അവന്റെ ഒരു ദേഷ്യം കണ്ടില്ലേ. ഇങ്ങോട്ട് വാ. ആ ഇപ്പഴെങ്കിലും നീ വന്നല്ലോ, അതുകൊണ്ട് അവിടെ മാറ്റി വെച്ചേക്കുന്നു. പോയിരുന്നു കഴിക്കും. ഡാ നീ കഴിക്കാതിരിക്കാനുള്ള അടവല്ലയോ? ഞങ്ങളെല്ലാം കഴിച്ചപ്പോ ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, നിനക്ക് മാത്രം എന്താ കൊള്ളാത്തത്? ആ അവൻ കുറച്ചെങ്കിലും കഴിച്ചല്ലോ, അത്രയെങ്കിലും കഴിച്ചല്ലോ നീ. അതെങ്കിലും മതി. തലകറക്കത്തിനുള്ളതായ എന്തായാലും. അപ്പൊ അവൻ എന്തായാലും ഒളിപ്പിച്ചേക്കോ അറിയത്തില്ലല്ലോ തലേനെ അടിയില്. പിന്നെ ഇനി പിന്നെയൊക്കെ പൊക്കാൻ വേറെ പണിയില്ല അവക്ക്. എല്ലാം അടിക്കൊക്കെ വെച്ചേക്കോ. നീ അതെല്ലാം ഇനി തല്ലിപ്പൊളിച്ചിടാൻ ഇവിടൊക്കെ. നീ മര്യാദയ്ക്ക് പിന്നെ തലേനെ അടി ഒളിപ്പിച്ച് വെച്ചാ എന്താ കഴിക്കാനാ? ആ എന്നാ വേണ്ട. ആ ശരിയാ ചേട്ടാ. ചേട്ടാ അവിടെ തന്നെ ആവണിമോളുണ്ടെങ്കിൽ ഇങ്ങോട്ട് കളിക്കാൻ വരാൻ പറഞ്ഞേ. പിള്ളേരെങ്കിൽ വെയിറ്റിംഗില്ല. ആ ഞാൻ വിളിക്കാടി. തോണ്ട ആവണിമോൾ അങ്ങ് താഴത്തെ റൂമിൽ നിൽക്കുന്നു. ഫുഡ് കൊടുക്കാൻ തോന്നുന്നു അവിടെ. ആ ഞാൻ വിളിക്കട്ടെ. മോളെ ആവണിമോളെ ഇങ്ങോട്ട് വന്നേ. ഇതേ പിള്ളേർ കളിക്കാൻ വിളിക്കുന്നു. ആ ആ അതേണ്ട അവര് വെയിറ്റ് ചെയ്യും കേട്ടോ. ഇങ്ങോട്ട് വാ പെട്ടെന്ന്. അവന്റെ ഒരു സന്തോഷം നോക്കിക്കേ. ഇതെങ്ങനെ ആവണിമോളെ നീ അതുവഴി വന്നത്? അവിടെ ഞങ്ങളുടെ ബാത്റൂം വന്നല്ലോ. ഇപ്പഴല്ലേ മെയിൻ ഡോർ ഉള്ളത്? വല്ല മാജിക് ഉണ്ടോ മോളെ? സോറി ഏട്ടാ, ഊച്ചിന്നൊക്കെ അവൻ പറഞ്ഞത് ക്ഷമിക്കണം. അതാ വെറുതെ പറഞ്ഞതാ. അയ്യോ മോൻ പേടിക്കണ്ട മോനെ. അയ്യോ ആവണിമോൾ ആ വഴി വന്നോണ്ട് അവന് പേടിയായിപ്പോ കേട്ടോ. അത് ശരിയാ, നമ്മളൊന്നും പേടിച്ചില്ല അപ്പോഴതാ. ഞാനെന്നാ പുറത്തിറങ്ങി നടക്കട്ടെ. എനിക്കങ്ങ് വയറ് നിറഞ്ഞ്. ചേട്ടനോട് നമുക്ക് അവിടെ ഇല്ലാത്ത. ആ അത് ശരിയാ, വാ നമുക്ക് അങ്ങോട്ട് പോവാം. വരാനത്തെ നടക്കാം. എനിക്കറിയത്തില്ല. നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചാലോ? അയ്യോ എനിക്ക് ചിരിക്കാൻ വയ്യ. മോള് മഞ്ഞ കളർ ഡ്രസ്സ് ഇട്ടേക്കുന്നതിന് അവൻ മഞ്ഞ കളർ ഊച്ചിച്ച് എന്നൊക്കെ പറയുന്നത്. അയ്യോ ഇവന്റെ കാര്യം. അവൻ പറ്റിച്ചായിരുന്നല്ലേ? അയ്യോ ശരിയാ, ഇരുന്നോണ്ട് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ പറ്റത്തില്ലല്ലോ. മോൻ പോയി ഒളിക്ക്, വേഗം ചെല്ല്. അവരൊക്കെ ഒളിച്ചല്ലോ. അതൊന്നും ഞാൻ പറഞ്ഞു തരത്തില്ല, തന്നെ കണ്ടുപിടിച്ചോ. പിള്ളേരുടെ കളി കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണെന്റെ. അയ്യോ കണ്ടുപിടിച്ചാ മതി, അവരെ ഷൂട്ടൊന്നും ചെയ്യല്ലേ. ആണോ? അയ്യോ ഞാൻ വിചാരിച്ചു നീ തോക്കുമെല്ലാം വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നു. നിനക്ക് എന്റെ തനി സ്വഭാവം അറിയത്തില്ല. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നീ എന്റെ പാടത്തൊന്ന് ട്യൂലിപ്സ് പറിച്ചല്ലേ?
നീ എന്റെ പാടത്തൊന്നുമില്ലടാ പറിച്ചത്, പിന്നെ ഞാൻ എങ്ങനെ അറിയാതിരിക്കും? ഞാനോ? ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചപ്പോ നീ എന്തോ വിചാരിച്ചത്? ഞാൻ ആരാന്ന് വിചാരിച്ചത്? നീ കേട്ടിട്ടുണ്ടോ ഹൈഡ് ആൻഡ് സീക്ക്? ഇപ്പൊ കാണിച്ചു തരാം. നിക്കടാ അവിടെ. അവൻ എന്റെ ട്യൂലിപ്സ് പറിച്ച് മുറിക്കാത്ത വെച്ചേക്കോ, എന്നിട്ട് അവൻ എന്നെ വിളിച്ചു വരുത്തിയിട്ട് അവൻ ഓടുന്നോ? പിള്ളേരെ അറിയാത്ത സ്ഥലമൊക്കെ കേട്ടോ. നിങ്ങൾ എന്തിനാ പിള്ളേരെ ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ കളിക്കാൻ പോയത്? വേറെ വല്ല കളിക്കാൻ ഇവിടുന്ന് കളിച്ചാ പോരായിരുന്നോ? ഇങ്ങനെ പിള്ളേർ ഒളിച്ചു കളിക്കുമ്പോൾ എവിടെയൊക്കെ പോയിരിക്കുന്നത്? എവിടെ പോയി തിരക്ക് നിങ്ങള്? പറഞ്ഞ അനുസരിക്കത്തില്ല പിള്ളേർ, മനുഷ്യർ സമാധാനം തരാതെ. ഞാൻ പോയി നോക്കട്ടെ. വേറെ എന്തെങ്കിലും കളി കളിച്ചാ പോരാ നീ പിള്ളേർക്ക്? കുട്ടുമാന്റെ സൗണ്ട് അല്ലേ കേട്ടത്? എന്തോ പറഞ്ഞ പ്രേതോ? ഞാൻ നോക്കട്ടെ, ഇവ താഴെ ഓടിക്കയറി വരുന്നു പ്രേതം പ്രേതം പറഞ്ഞോണ്ട്. എന്തുവാ അവന് മോള് ഗ്രാനിയെന്നോ? എന്തുപോലെ ട്യൂലിപ്സ് പറിച്ചോ? ആര്? ആ കൊള്ളാം, നല്ല ആളാ. നീ ട്യൂലിപ്സ് പോയി പറിച്ചോടാ. അവൻ കൊറേ നേരം കൊണ്ടായി ഞാൻ മഞ്ഞ ട്യൂലിപ്സ് വേണോന്നിരിക്കുവല്ലായിരുന്നു. എന്നിട്ട് എന്തിനാ ട്യൂലിപ്സ്? വെറുതെ അല്ലല്ലോ അവൻ അവിടെ കുറ്റി അടിച്ചു നിന്നത്. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ നമുക്കതെടുത്ത് വെള്ളോട്ട് അറിയാം. ശരിയാ, വേഗം വാങ്ങിക്കതെടുത്ത് ആ ജനലിൽ കൂടെ വെളിയിലോട്ട് കളയാം. ചേട്ടാ എടുക്കുന്ന സൂക്ഷിച്ചു വേണേ. നോക്കട്ടെ ഇതിന്റെ അടിയിലുണ്ടോന്ന്. അതാ കിട്ടിപ്പോയി. അയ്യോ ഗ്രാനി വന്നെന്ന് തോന്നുന്നു. അയ്യോ ട്യൂലിപ്സ് പെട്ടെന്ന് എടുത്ത് കളാ. മാറെല്ലാരും. ഗ്രാനി പെട്ടെന്ന് വരുന്ന മുമ്പ് എളുപ്പം എടുത്ത് കളാ. ചേട്ടാ ട്യൂലിപ്സ് പെട്ടെന്ന് കളാ. കളഞ്ഞു. ഗ്രാനി പോയി. ഓ, ഞാൻ ആ ട്യൂലിപ്സ് എടുത്ത് കളഞ്ഞപ്പോഴത്തേക്ക് ഗ്രാനി പോയി. ട്യൂലിപ്സ് ആ കറക്റ്റ് സമയത്ത് എടുത്ത് കളഞ്ഞോണ്ടാ പറ്റിയത്. ഓ ചേട്ടൻ എന്തായാലും തക്ക സമയത്ത് അത് ചെയ്തല്ലോ. എന്റെ പൊന്നു കുട്ടവനെ, നീ ഇങ്ങനെ കണ്ണി കാണുന്നൊക്കെ ചെന്ന് ഞങ്ങൾ പറഞ്ഞനുസരിക്കാതെ ഓരോന്നും ചെയ്തു വെക്കരുത്. ഞങ്ങൾ ആന്ന് പറഞ്ഞ് എന്നോട് പറിക്കല്ലേ ആ ട്യൂലിപ്സ്. പിന്നെ ആ സമയം കൊണ്ട് എങ്ങനെ പറിച്ചെടുത്തോ എന്തോ. ഇനിയിപ്പോ അവനെ ആരും വഴക്കൊന്നും പറയണ്ട. നമുക്കിനി തിരിച്ചു പോകാൻ സമയമല്ലോ. നാളെ ഇനി വെളുപ്പിനെ പോകണ്ടേ ഇനി? അത് ശരിയാ, നാളെ വെളുപ്പിനല്ലേ ഫ്ലൈറ്റ്. എന്നാ പിന്നെ എല്ലാവർക്കും കിടന്ന് ഉറങ്ങാം. മക്കളെ എല്ലാവരും കിടന്ന് ഉറങ്ങും പെട്ടെന്ന്. നമുക്ക് നാളെ വെളുപ്പിനൊക്കെ നാട്ടിൽ പോകണ്ടല്ലേ. രസം ഉണ്ടായിരുന്നു. ലാസ്റ്റിൽ കൊണ്ടിട്ട് പേടിപ്പിച്ച് കളഞ്ഞല്ലോ. എല്ലാത്തിനും കാരണക്കാരൻ കുട്ടുമോനാ.